പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? മനുഷ്യരുടെ രസകരങ്ങളായ താല്പര്യങ്ങൾ മുൻപന്തിയിലാണ് വായനയുടെ സ്ഥാനം. വായന മികച്ച ഒരു അനുഭവമാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ഗന്ധം പോലും എത്ര ഇഷ്ടമാണ്. സാങ്കേതികത മാറുന്നതിനനുസരിച്ച് വായന കേൾവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങളോടൊപ്പം തന്നെ ഓഡിയോ ബുക്സിനും പ്രചാരമേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. വായനയുടെ ഈ പുതിയ അനുഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള അധ്വാനങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷനായ സ്റ്റോറി ടെല്ലിൻ്റെ പബ്ലിഷിംഗ് ആൻഡ് കോണ്ടന്റ് കൺസൾട്ടൻറ്റ് ദീപ ആൻ്റണിയാണ്. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. താങ്ക് യു വെരി മച്ച്. സ്റ്റോറി ടെൽ എന്ന സ്വീഡിഷ് പബ്ലിഷിംഗ് കമ്പനിയുടെ കോണ്ടന്റ് കൺസൾട്ടന്റ് ആണ് ദീപ. നമുക്ക് ഓഡിയോ ബുക്കുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. എന്താണ് ദീപ ഓഡിയോ ബുക്കുകൾ? ഓഡിയോ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലോ ഒരു ബുക്ക് സ്റ്റോറിലോ ഒക്കെ പബ്ലിഷ് ചെയ്ത് പ്രിന്റഡ് ആയിട്ട് കാണുന്ന ബുക്കിനെ ഓഡിയോ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. അതായത് ഇപ്പൊ നമുക്ക് സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് എടുത്ത് വായിക്കാൻ പറ്റാത്തത് നമുക്ക് കേട്ട് അറിയുക എന്നുള്ളത് മാത്രമാണ്. ഇൻ സിമ്പിൾ ടേംസ് അത്ര മാത്രമേ ഉള്ളൂ ഓഡിയോ ബുക്ക് എന്ന് പറയുന്നത്. അതിനിപ്പോ പല കാരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് വായിക്കാൻ സമയമില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ. എനിക്ക് ആഗ്രഹമുണ്ട്, ഒത്തിരി പുസ്തകങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ കണ്ണിന് സ്ട്രെയിൻ വരാതെ നമുക്ക് പുസ്തകങ്ങൾ കേൾക്കാം. അപ്പൊ നമുക്ക് അതിലെ ആശയങ്ങൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. എന്നാൽ ഒരു സ്ഥലത്ത് ഇരുന്ന് വായിക്കുക എന്ന് പറയുന്ന ഒരു ഫോക്കസ് ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യാതെ തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ സുലഭമായിട്ട് നമ്മളിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ചിലർ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പറയുന്ന ഒരു കാര്യം, എനിക്ക് വായിക്കാൻ സ്പീഡ് പോരാ. അതായത് എനിക്ക് ഭാഷയൊക്കെ അറിയാം, വീട്ടിലൊക്കെ സംസാരിക്കുന്നതുകൊണ്ട്, പക്ഷെ സ്കൂളിൽ അവർ പഠിച്ചു വരുന്ന ഒരു സിലബസ് കാരണമൊക്കെ ആയിരിക്കാം അവർക്ക് മലയാളം വായിക്കാൻ സ്പീഡ് പോരാ. അപ്പൊ പിന്നെ അത് എടുത്ത് മെനക്കെട്ട് അത്രയും നേരം ഇരുന്ന് വായിക്കാനൊക്കെ ഭയങ്കര വിഷമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഭാഷ കുറച്ചും കൂടെ എളുപ്പമായിട്ട് അവരിലേക്ക് എത്തുന്ന ഒരു മാർഗമാണ് ഈ ഓഡിയോ ബുക്ക്. ദീപ ഒരു ആർജെ ആയിരുന്നു, അതിനിടയിൽ ജേർണലിസം പൂർത്തിയാക്കി. മാത്രമല്ല ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്യുന്ന ഇന്റർവ്യൂവറാണ്. കഥകൾ എഴുതാറുണ്ട്, പുസ്തകങ്ങളെ കുറിച്ച് എഴുതാറുണ്ട്, വീഡിയോസ് ചെയ്യാറുണ്ട്. ഓഡിയോയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ ഓഡിയോ ബുക്സിന്റെ ലോകത്തേക്ക് സ്റ്റോറി ടെല്ലിന്റെ കോണ്ടന്റ് കൺസൾട്ടന്റ് ആയിട്ട് ആ ഒരു ജോലിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഈ കോണ്ടന്റ് കൺസൾട്ടന്റിന്റെ ജോലി എന്തൊക്കെയാണ്? ഞാന് 12 വർഷമായി മീഡിയയില്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആർജെ അതിനു മുമ്പ് ഞാൻ ടെലിവിഷനിൽ ആങ്കർ ചെയ്ത് തുടങ്ങി. പ്രോഗ്രാംസ് ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ധാരാളം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റേഡിയോയിലേക്ക് വരുന്നത്. അപ്പൊ ഈ റേഡിയോയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ശരാശരി പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം ആൻഡ് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ധാരണയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റേഡിയോയിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതിൽ സൗണ്ടാണ് താരം എന്നുള്ളതാണ്. അതായത് ശബ്ദത്തിലൂടെ നമുക്ക് ആളുകൾ നമ്മളെ അറിയുന്നത് ശബ്ദത്തിലൂടെയാണ്. പകരം നമ്മളിപ്പോ ഒരു ടെലിവിഷൻ ആങ്കർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം കൊണ്ടാണ് ആൾക്കാർ അറിയുക. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ മുഖം കൊണ്ടാണ്. അതേസമയം വളരെ റെയറാണ് നമ്മൾ സംസാരിക്കുമ്പം നിങ്ങൾ എവിടെയോ ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എങ്ങനെയാ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കത് വല്ലാതെ യുണീക്കായിട്ടും വളരെ കുറച്ചും കൂടെ ഒരു ഇന്റിമേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കാഴ്ചയുടെ ഒരു മൂടുപടമില്ലാതെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറയുന്ന വാക്കുകളിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അവര് കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തുന്നു, അതിലെ കാമ്പ് ആൾക്കാർ മനസ്സിലാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എനിക്ക് അത് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പം അത് മാത്രവുമല്ല, പലപ്പോഴും നമ്മളൊരു ആർജെ എന്ന നിലയ്ക്ക് ബേസിക്കലി അവിടെ ഞാൻ ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അന്നത്തെ പത്രം എല്ലാവർക്കും കിട്ടുന്നതല്ലേ. അപ്പൊ എനിക്ക് ആ പത്രത്തിൽ നിന്നും എന്താണ് കൂടുതലായിട്ട് എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ പത്രത്തിൽ കാണുന്ന അതാത് ദിവസങ്ങളിലെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ
അവർക്ക് എളുപ്പമാകുന്ന രീതിയിൽ, മീനിങ് അവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അവർക്ക് എങ്ങനെയാണ് അത് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഹെഡ്ലൈൻസിന്റെ അപ്പുറത്തേക്ക് പത്രത്തിലുള്ള എന്ത് കാര്യമാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അതുപോലെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളത്. അന്ന് ദിവസം രാവിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്, അന്ന് വാട്ടർ ഷോർട്ടേജ് ഉണ്ടെന്ന് ഞാൻ പറയുന്ന ഒരു വാർത്തയുടെ ഓർത്തോളനെ വെള്ളം എടുത്ത് വെച്ചേക്കണേ എന്ന് പറയുന്നതായിരിക്കും. വൈകുന്നേരത്തെ ഷോ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഹർത്താലാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹർത്താലിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അന്ന് വൈകുന്നേരം പാല് വാങ്ങിക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പോ ഒരു ആർജയുടെ ഉത്തരവാദിത്വം ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആണെന്ന് തോന്നിക്കുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും, രാഷ്ട്രീയം നമുക്ക് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു, എങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ അതിന്റെ അന്തർലീനമായിട്ടുള്ള ചില രാഷ്ട്രീയങ്ങളുണ്ട്, ചില നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ശബ്ദം ഉയർത്തിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സിറ്റിയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയാനെങ്കിൽ നമുക്ക് വെമ്പലുണ്ടാവും, പക്ഷെ നമുക്കത് പറയാനുള്ള ഒരു വേദി ഉണ്ടാവില്ല. ആ വേദി കൊടുക്കുകയാണ് ഒരു ആർജയുടെ ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ആസ് എൻ ആർജെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നിയത്. ഞാൻ നോക്കിയപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം സംയോജിച്ച് ഒരുമിച്ച് വരുന്ന ഒരു ജോലിയാണ്. കാരണം ഞാൻ പൊതുവെ വായിക്കുന്ന ആളാണ്. കാര്യങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണ്ടന്റ് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ഒരു ശരാശരി ബോധം എനിക്ക് ഉണ്ടെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ ഒരു കഥ കേട്ടാൽ ഇഷ്ടവും അത് പറയാൻ ഇഷ്ടവും ആൾക്കാരോട് പറഞ്ഞ് ധരിപ്പിക്കാൻ ഒരു സെൻസ്, ഒരു അത്തരത്തിലൊരു സെൻസും ഒരു സ്റ്റോറി ടെല്ലിംഗ് നാക്കുമുള്ള ഒരാളാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു ഏരിയയാണ് ഈ ഓഡിയോ ബുക്ക്. അതിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും അതിന്റെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും. അപ്പോ എല്ലാം കൊണ്ടും എനിക്ക് ചേർന്ന ഒരു ജോലിയാണെന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നും മനസ്സിലാക്കിയാണ് സത്യത്തിൽ ഞാൻ ഇവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്തത്. സ്റ്റോറി ടെല്ലിനെ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്തത്. പക്ഷെ അത് ജോയിൻ ചെയ്യാൻ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ഞാൻ ഒരു മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കോളം എഴുതുന്നുണ്ടായിരുന്നു, ലിറ്ററാറ്റി എന്ന് പറഞ്ഞിട്ട്. എല്ലാ ആഴ്ചയും പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കോളമാണ്. അപ്പൊ ഈ കോളത്തിലൊരു കോട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ ഓഡിയോ ബുക്കുകളെ പറ്റി എഴുതുന്നു, വുഡ് യു ലൈക്ക് ടു ഗിവ് മി എ കോട്ട് അബൌട്ട് ഇന്ത്യൻ മാർക്കറ്റ് ആൻഡ് ഓഡിയോ ബുക്സ്. അപ്പൊ അവർ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരിങ്ങോട്ട് ഒരു ഓഫർ വെക്കുകയാണ് ചെയ്തത്, വുഡ് യു ലൈക്ക് ടു ജോയിൻ us. അപ്പോ എല്ലാം കൊണ്ടും എന്താണ് വളരെ ഈ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും എനിക്ക് ചേരുന്ന ഒരു ജോലിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഐ ടുക്ക് ഇറ്റ്. നൗ കമ്മിങ് ടു എന്താണ് ജോലി അല്ലെ, സത്യത്തിൽ രസമുള്ള ഒരു ജോലിയാണ്. എന്താണ് രസകരമായ ജോലി എന്താണ്? സോ എന്റെ ജോലി നമ്മൾ ഓഡിയോ ബുക്ക് ആക്കേണ്ട പുസ്തകങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രസാധകരായിരിക്കാം, എഴുത്തുകാരായിരിക്കാം, അവരുമായിട്ട് ചർച്ച ചെയ്ത് അവർക്കും കമ്പനിക്കും ലാഭം ഉണ്ടാകുന്ന രീതിയിൽ അതിനെ ഓഡിയോ ബുക്ക് ആക്കാനുള്ള പ്രാരംഭ നടപടികൾ എടുത്ത് അതിനുശേഷം ഈ ഓഡിയോ ബുക്ക് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഈ കഥ അല്ലെങ്കിൽ ഈ പുസ്തകം, കഥ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ നോൺ ഫിക്ഷനും ഒക്കെ എടുക്കുമല്ലോ. അപ്പം ഈ പുസ്തകത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡ് എന്തായിരിക്കുമെന്ന് ഇതുപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. എന്നിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായ വ്യക്തി, നറേറ്റർ ആരായിരിക്കും എന്ന് തീരുമാനിക്കുക. എന്നിട്ട് ആ വ്യക്തിയെ കൊണ്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ അത് നറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ചട്ടവട്ടങ്ങളെല്ലാം കൂട്ടുക. അതിനായിട്ട് ഒരു സ്റ്റുഡിയോയെ ഏർപ്പാടാക്കുക. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് സ്റ്റുഡിയോ ഓഡിയോ എല്ലാം ഫിനിഷ് ആക്കി ഡെലിവറി ചെയ്യുന്ന സമയം കൊണ്ട് അതിന്റെ കവർ എല്ലാം ശരിയാക്കുക. ഒരു പുസ്തകത്തിൻ്റെതായിട്ടുള്ള കവർ എല്ലാം, ഓഡിയോ ബുക്ക് കവർ എല്ലാം റെഡിയാക്കുക. എന്നിട്ടത് ഈ സർവീസിലേക്ക് ഇട്ടിട്ട് അത് ആപ്പിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പുസ്തകം അർഹിക്കുന്ന എല്ലാ ഇമ്പോർട്ടൻസോടുകൂടിയും അത് സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ എത്തിക്കുക. അതിനെ അവർക്ക് കാണാൻ പാകത്തിൽ അതിനെ ഷോക്കേസ് ചെയ്യുക. ഇത്രയുമാണ് എന്റെ ജോലി. രസകരമായ ജോലി തന്നെ. പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുക, അതിന്റെ പിറകിലെ കഥകളും ഒക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ ഈ ബിഹൈൻഡ് ദ സീൻസ് അല്ലെ, ഇതിനൊക്കെ ഈ ഓഡിയോ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ശ്രോതാക്കൾക്ക് എത്തുന്നതിന് മുമ്പുള്ള കഥകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ.
ഈ ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നത് മുതൽ ഓഡിയോ ഫോർമാറ്റിൽ എത്തുന്നത് വരെ അതിനൊരു സാധാരണ എത്ര സമയം എടുക്കാറുണ്ട്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു പുസ്തകം അതായത് നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ വന്നൊരു പുസ്തകം റെക്കോർഡ് ചെയ്യാനാണ് എത്ര സമയം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം, അതിന്റെ ഡ്യൂറേഷൻ പോലെ ഇരിക്കും. ഇത് എത്ര വലിയ പുസ്തകമാണ്. ഞാൻ പറയാം, ദന്തസിംഹാസനം നറേറ്റ് ചെയ്ത ആള് ഒന്നോ രണ്ടോ ദിവസം എടുത്ത് ഒരുപാട് ഗ്യാപ്സ് എടുക്കാതെ റെക്കോർഡ് ചെയ്തതാണ്. ഒറ്റ ഇരിപ്പിന് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് ഒരു ഒറ്റ ഇരിപ്പിന് 48 മണിക്കൂറിന്റെ അകത്ത് 48 മണിക്കൂറിന്റെ അടുപ്പിച്ചെടുത്ത്, എനിക്കൊന്ന് അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടോൺ മാറരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പുള്ളി ആ ഒരു സോണിലാണ്, ഈ കഥയുടെ സോണിലാണ്. പുള്ളിക്ക് ആ സോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കരുത് എന്ന് തോന്നിയത് കൊണ്ട് പുള്ളി ഒറ്റ ഇരിപ്പിനിരുന്ന് ചെയ്തതാണ്. അതേപോലെ ഐതിഹ്യമാല ഓർക്കണം, മോർ ദാൻ 120 കഥകളുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഐതിഹ്യമാല. അതും ഈ പറഞ്ഞതുപോലെ ഒരുപാട് സമയമെടുത്ത് റെക്കോർഡ് ചെയ്തതാണ്. കാരണം ഒരുപാട് കഥകളുണ്ട്, ആ ഓരോ കഥയ്ക്കും ഓരോ മൂഡുണ്ട്, ഓരോ ടോണുണ്ട്. അതുപോലെ ഖസാക്കിന്റെ ഇതിഹാസം, അതും ഈ പറഞ്ഞതുപോലെ ആ ഒരു സോണിൽ അതുമല്ല, ഖസാക്കിന്റെ ഇതിഹാസത്തിലൊക്കെ എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ അത് ഒത്തില്ല എന്നൊക്കെ ഒരാള് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന മാനസിക വ്യഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു വിഷമായിരിക്കും. കാരണം നമ്മളൊക്കെ മലയാളിയുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ഇത്തരം ചില കഥകളൊക്കെ, അല്ലെ? ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഇല്ലാത്ത മലയാളികൾ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അതൊക്കെ നമ്മുടെ മണ്ണിനോട് ചേർന്ന കഥകളാണ്. നമ്മളത് അറിയണം, നമ്മളത് എങ്ങനെയെങ്കിലും അനുഭവിക്കണം. അത് വായിച്ചാവാം, കേട്ടാവാം. പക്ഷെ ആ അനുഭവം വളരെ നമ്മളെ മലയാളിയാക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ അങ്ങനെ പെയിൻ എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെഡിക്കേഷനോടുകൂടി നറേറ്റ് ചെയ്യുന്ന ഒരുപാട് നറേറ്റേഴ്സ് സ്റ്റോറി ടെല്ലിന്റെ ഭാഗമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അവരുമായിട്ട് ഇടപെടാൻ സാധിച്ചു. തീർച്ചയായിട്ടും നറേറ്റേഴ്സ്, അഫ്കോഴ്സ് പ്രസാധകര്, എഴുത്തുകാരെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അല്ല. തീർച്ചയായിട്ടും അവരില്ലെന്നുണ്ടെങ്കിൽ സ്റ്റോറി ടെൽ ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് അവരെ നമുക്ക് അല്ലാതെയും അറിയാം. ഔട്ട്സൈഡ് ഓഫ് സ്റ്റോറി ടെൽ ഓൾസോ വി നോ ദി പബ്ലിഷേഴ്സ്, വി നോ ദ റൈറ്റേഴ്സ്. അവരുടെ എഴുത്ത് സ്റ്റോറി ടെൽ ഇല്ലായിരുന്നുവെങ്കിലും നമ്മൾ വായിച്ചേനെ, അതിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷെ സ്റ്റോറി ടെല്ലിലൂടെ നമ്മൾ അറിയുന്ന ഒരു എക്സ്ട്രാ എൻറ്റിറ്റി നറേറ്റേഴ്സ് ആണ്. അപ്പോൾ അവരുടെ എഫേർട്ടാണ് ഇതിന്റെ കാതൽ. ആൻഡ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ഈച്ച് പേഴ്സൺ. നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ സമയം പറയാൻ പറ്റില്ല. ചിലർക്ക് എന്താണ് പറയാ, ഒറ്റയടിക്ക് വായിച്ച ഒരു തൃപ്തി വരില്ല. ചിലർക്ക് ഒറ്റയടിക്ക് അത് ആ ഒരു സോണിൽ ഇരുന്ന് വായിച്ചത്, ശരിക്കും അഭിനയം എന്ന് പറയുന്നത് പോലെ ആ ഒരു സോണിൽ, ആ കഥയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് അത് വായിക്കുക എന്ന് പറയുന്നത് മാത്രമായിരിക്കും അവർക്ക് അതാണ് അവരുടെ അതിലൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ഈച്ച് പേഴ്സൺ. ഓരോ പുസ്തകങ്ങൾക്കും ഓരോ നറേറ്റ് ചെയ്യുന്ന ആളുടെയും ഒക്കെ രീതി അനുസരിച്ച് പല പല സമയമെടുക്കും. ഈ പുസ്തകങ്ങളായി തന്നെ വായിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട്. പുസ്തകത്തിന്റെ ആ ഒരു സുഗന്ധം പോലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഒരു പുസ്തകം ചേർത്ത് വെച്ച് അതിന്റെ ഒരു ഗന്ധം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ റീഡറിലേക്കും അല്ലെങ്കിൽ ഓഡിയോ ബുക്കിലേക്കും ഒക്കെ വരുമ്പോൾ ഒരു തുടക്കത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സോ സ്റ്റോറി ടെൽ അല്ലെങ്കിൽ ഓഡിയോ ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു അക്വയർഡ് ഹാബിറ്റ് ആണ്. ഇപ്പോ എനിക്കും ഇഷ്ടമാണ്, എനിക്കും ഫിസിക്കൽ ബുക്ക്, പുസ്തകം തുറന്ന് ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒരു മണവും, പലപ്പോഴും സുഹൃത്തുക്കൾ പറയാറുണ്ട് എന്നെ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പഴയ ലൈബ്രറിയിൽ വരുന്ന മണമാണ്. കാരണം വീട്ടിൽ ഒരുപാട് ബുക്ക് ഷെൽഫുകളും അതിലൊക്കെ പുസ്തകങ്ങളും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഓഡിയോ ബുക്ക് കേൾക്കാത്തയാളോ ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ചില പുസ്തകങ്ങൾ ഓഡിയോ ബുക്കായിട്ട് തന്നെ കേൾക്കേണ്ട പുസ്തകങ്ങളുണ്ട്, ചില പുസ്തകങ്ങൾ അങ്ങനെയല്ല, വായിക്കേണ്ട പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഓഡിയോ ബുക്ക് ആക്കിയത് കൊണ്ട് വായിക്കാത്ത പുസ്തകങ്ങൾ ഒന്നുമില്ല. there is no book you will not listen and you will not read because you listen to it. ചില പുസ്തകങ്ങൾ പക്ഷെ വായിക്കുക തന്നെ വേണം. പക്ഷെ അതുകൊണ്ട് കേട്ടതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ല. ഇൻഫാക്ട് അത് ഒരു റീറീഡിങ്ങിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും, ഇല്ലേ? തീർച്ചയായിട്ടും. പലരും എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്, വായിച്ചതായിരിക്കും
ഈ പറയുന്ന ഖസാക്കിന്റെ ഇതിഹാസമോ മാർത്താണ്ഡവർമ്മയോ അല്ലെങ്കിൽ കയറ് ഒക്കെ വായിച്ചതായിരിക്കും. പക്ഷെ എന്നാലും സ്റ്റോറി ടെല്ലിൽ അത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അവർ പറയണ വെച്ചാല് ഏതോ കാലത്ത് വായിച്ചതാണ്. കയറൊക്കെ എന്ത് വലിയ പുസ്തകമാണെന്ന് ആലോചിക്കണം, അത് കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങളുടെ വിരൽ തുമ്പിൽ നിങ്ങൾക്ക് കയറോ ദന്തസിംഹാസനമോ അതുപോലെയുള്ള വലിയ വലിയ പുസ്തകങ്ങൾ വിരൽ തുമ്പിൽ ഏത് നിമിഷവും ഏത് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് നമുക്ക് കേഴ്സർ മാറ്റി കേൾക്കാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോ ആ അഡ്വാൻറ്റേജ് കണ്ടാൽ മതി, അല്ലാതെ ഇതിന് പകരം അതോ അതിന് പകരം ഇതോ എന്ന് വിചാരിക്കണ്ട. പുസ്തകത്തിന് പകരം ഓഡിയോ ബുക്ക് ആവില്ല, ഓഡിയോ ബുക്കിന് പകരം പുസ്തകവും ആവില്ല. തീർച്ചയായിട്ടും ഈ ഓഡിയോ ബുക്കുകളുടെ സ്വീകാര്യതയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യക്കാര് ഇപ്പോഴും ഒരു വിഷ്വൽ വേൾഡിലാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു പോഡ്കാസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഇന്ത്യക്കാരുടെ ഒരു എണ്ണം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. കേരളീയര് പ്രത്യേകിച്ച് മലയാളികൾ കുറവാണ്. അതുപോലെ തന്നെ ഈ ഡ്രോപ്പ് ഇൻ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും ഒക്കെ അതിൻ്റെ ഒരു വളർച്ച ഒരു വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. നമുക്കൊരു ശ്രവ്യ സംസ്കാരം അല്ലെങ്കിൽ ഒരു ലിസണിങ് കൾച്ചർ ഇനിയും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിന്റെ ഒരു റിസർച്ചിൽ എങ്ങനെയാണ് അതിനൊരു ഇനിയും സമയം എടുക്കുമോ? ഒരുപാട് സമയം എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു ഇത് ഒരു ബഡിങ് ഇൻഡസ്ട്രിയാണ്, ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷെ ക്ലബ് ഹൗസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മൂവ്മെന്റ്, ശരിക്കും ക്ലബ് ഹൗസ് ഇപ്പോ കുറച്ച് തണുത്തു എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എങ്കിൽ പോലും ക്ലബ് ഹൗസ് കൊണ്ടുവന്ന ആളുകൾ, ദി ഷിയർ റഷ് ഓഫ് പീപ്പിൾ, ഇത്രയും പേര് വന്ന് അവര് പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും കേൾക്കാൻ കാണിക്കുന്ന ക്ഷമയുണ്ടല്ലോ, അത് നമുക്കുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒന്നല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ലിസണിങ് ഒരു അല്ലെങ്കിൽ പറഞ്ഞ പോലെ ശ്രവ്യ സംസ്കാരം നമുക്കുണ്ട്. അത് നമുക്ക് ഇല്ലാന്ന് തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ അരവിന്ദ് ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ ആദ്യത്തെ കഥ ഞാൻ കേട്ടതാണ്, അല്ലാതെ ഞാൻ വായിച്ചതല്ല. എനിക്ക് എന്റെ ഓർമ്മയിൽ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരുന്ന കഥകൾ ഏതൊക്കെയാണെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ പണ്ട് അസുരന്മാരുടെ കഥകളൊക്കെ, അസുരന്മാരുടെ പേരൊക്കെ മാറ്റി പറയുമായിരുന്നു. അപ്പൊ അത്തരം കഥകളെല്ലാം ശരിക്കും ഞാൻ ആദ്യം അറിഞ്ഞ കഥ കേട്ടതാണ്. അപ്പൊ ശ്രവ്യ സംസ്കാരം നമുക്കുണ്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള വെന്യൂസ് കൂടുതൽ വരണം എന്നുള്ളതേ ഉള്ളൂ. ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിനെ കുറിച്ചുള്ളൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം എഴുത്തുകാരെയൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽസും അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് MT മുതൽ സക്കറിയ വരെയും ഈ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെയൊക്കെ ശബ്ദം നമുക്കറിയാം. അപ്പൊ അവരുടേതല്ലാത്ത ഒരു ശബ്ദത്തിൽ വേറൊരാൾ വായിച്ചു കേൾക്കുമ്പോൾ എങ്ങനെയാണ് അത്, ശ്രോതാക്കൾ എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന നമ്മൾ അറിയുന്ന എല്ലാ എഴുത്തുകാരും എഴുതുമ്പോൾ വേറൊരാളുടെ ശബ്ദത്തിലല്ലേ എഴുതുന്നത്. വേറെ കഥാപാത്രങ്ങളുടെ ശബ്ദത്തിലല്ലേ അവര് കഥയെ പറയുന്നത്. അപ്പൊ പിന്നെ വേറൊരാളുടെ ശബ്ദത്തിൽ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഓടായിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യമുണ്ടോ സത്യത്തിൽ? അത് എന്താ പറയാ, നമുക്ക് തോന്നുന്നത് ഒരു ന്യായമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്വാഭാവികമാണ്. അതായത് ചില കഥകളെങ്കിലും നമുക്ക് ഈ എഴുത്തുകാരന്റെയോ എഴുത്തുകാരിയുടെയോ ശബ്ദത്തിൽ തന്നെ കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് അല്ലെ. അതായത് പ്രത്യേകിച്ച് ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിലുള്ള കഥകളൊക്കെ നമുക്ക് അങ്ങനെ കേട്ടിരുന്നെങ്കിൽ നമുക്ക് തോന്നാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ എല്ലാവരും നറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നറേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതിനുള്ള സമയവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ടാലന്റ് ഇരിക്കുന്നത് നമ്മൾ അറിയാത്ത, നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത മഹാസാമ്രാജ്യങ്ങൾ അവരുടെ പേനയിലൂടെ വിരിയിക്കുക എന്നുള്ളതും അത് നമ്മളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതുമാണ് അവരുടെ ടാലന്റ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എഴുത്തുകാരെന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് നമ്മൾ അവർക്ക് വാരിക്കോരി സ്നേഹം കൊടുക്കുന്നത്. നറേറ്റ് ചെയ്യാൻ അറിയുന്നവർ നറേറ്റ് ചെയ്ത് അത് കൂടുതൽ ഭംഗിയുള്ളതാക്കട്ടെ. പക്ഷെ ചില കഥകളെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു വായനക്കാരുടെ അല്ലെങ്കിൽ ഒരു കേൾവിക്കാരന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വല്ലപ്പോഴും ഒക്കെ ഒരു എഴുത്തുകാരിയോ വന്ന് അവരുടെ കഥ നറേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെയും ഒരു വായനക്കാരി എന്ന നിലയ്ക്കുള്ള മോഹം. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പറ്റുമ്പോഴൊക്കെ എഴുത്തുകാരും കൂടെയൊക്കെ ഒന്ന് സഹകരിക്കണം. ഈ ഒരു ആഗ്രഹം അവരും അവരും കൂടെ മുഖവിലേക്ക് എടുക്കണം. അവരുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്താൻ പറ്റിയാൽ അവരുടെ ശബ്ദത്തിലും നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ? അല്ല അരവിന്ദ്, ഇൻ ഓൾ ഓണസ്റ്റി എനിക്ക് തോന്നുന്ന തിരക്കിന്റെ മാത്രം വിഷയമല്ല.
അവർക്ക് ഈ പറഞ്ഞതുപോലെ എഴുത്തുകാർ പൊതുവെ എല്ലാവരും അല്ല, പക്ഷെ കുറച്ച് പേരെങ്കിലും കുറച്ച് റിക്ലൂസീവ് ആണ്. അപ്പൊ അവർക്ക് അവരെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാക്കുകളിലൂടെ തന്നെയാണ്. അപ്പൊ അവർക്ക് അതല്ലാതെ ശബ്ദത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പലപ്പോഴും അവർ ആദ്യം ഒന്ന് മടിക്കും. ആ ഒരു മടി പതുക്കെ പതുക്കെ മാറുമായിരിക്കും. ഞാനത് ചോദിക്കാൻ കാര്യം ഇപ്പം നമുക്ക് വി മധുസൂദൻ നായരാണെങ്കിലും ബാലചന്ദ്രൻ ചുള്ളിക്കാടാണെങ്കിലും മുരുകൻ കാട്ടക്കാടയൊക്കെ ആണെങ്കിലും കവിതകൾ അവരുടെ ശബ്ദത്തിൽ കേട്ട് മലയാളികൾക്ക് അത് മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിച്ചത്. അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞ 3 പേരും ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ കഥയൊക്കെ ഒരു കഥ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ തന്നെ ആത്മകഥയോ ഒക്കെ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ തന്നെ നെറേറ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്കിത് രോമാഞ്ചം വരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചിദംബര സ്മരണകളൊക്കെ നെറേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ എനിക്ക് ശരിക്കും രോമാഞ്ചം വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, ഓഡിയോ ബുക്കുകളിലെ ഇഷ്ടങ്ങളെ കുറിച്ച് ദീപ പറഞ്ഞു. വായനക്കാരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് സ്റ്റോറി ടെൽ എടുക്കുന്നത്? വായനക്കാരുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടാനുള്ള മാർഗങ്ങൾ ഒബ്വിയസ്ലി ഡയറക്ട്ലി ഞങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുക, അല്ലെങ്കിൽ മെയിൽ അയക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. തീർച്ചയായിട്ടും കിട്ടുന്ന ഫീഡ്ബാക്ക് എല്ലാം നല്ലതാണ്. മോശം ഫീഡ്ബാക്ക് എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ട് ഉള്ളത് വളരെ ചുരുക്കമാണ്. പക്ഷെ ഞങ്ങൾ അതൊക്കെ സീരിയസ്ലി തന്നെ എടുക്കുന്ന ആൾക്കാരുമാണ്. ഞങ്ങൾക്ക് ഈ കോർപ്പറേറ്റ് ലെവലിൽ നമ്മൾ ഈ പറയുന്ന ഫീഡ്ബാക്ക് പലപ്പോഴും യൂസർ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ളതായിരിക്കാം. അല്ലാതെ ഈ കഥ വേണ്ട, ആ കഥ മതി, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് വേണ്ട, അയാളെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന തരം ഫീഡ്ബാക്ക് അങ്ങനെ പിക്കി ആൻഡ് ചൂസി അല്ല മലയാളികൾ. പൊതുവെ നല്ല അവതരണങ്ങളെ, പുസ്തകങ്ങളെ, കഥകളെ ഒക്കെ സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. അങ്ങനെ അത്തരത്തിലൊരു സബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്നും, അല്ലെങ്കിൽ മോശം ഫീഡ്ബാക്ക് ഒന്നും വന്നിട്ടില്ല. വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. പക്ഷെ യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഞാൻ എല്ലാ ദിവസവും ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. അത് വളരെ സജീവമായിട്ട് തന്നെ മാനേജ്മെന്റുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. കാരണം at the end of the day, Storytel is about the subscribers. അവരുടെ ഇഷ്ടം, അവർക്ക് എന്ത് വേണോ അത് തന്നെയാണ്. കസ്റ്റമർ ഇസ് ഓൾവേസ് ദ കീ. ഈ ശബ്ദത്തിന്റെ കാര്യം, നരേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരുപാട് ആളുകൾക്ക്, നല്ല ശബ്ദമുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് അറിയാം, ഒരു കമ്മ്യൂണിറ്റി തന്നെ കേരളത്തിലുണ്ട്. അപ്പം സ്റ്റോറി ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിനെന്തെങ്കിലും ഒരു വോയിസ് ട്രെയിനിങ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റോറി ടെൽ നടത്തുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? സോ ഞങ്ങള് വോയിസ് ട്രെയിനിങ് ഒന്നും നടത്തുന്നില്ല. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. പക്ഷെ പ്രൊഫഷണൽസ് പലപ്പോഴും നറേറ്റ് ചെയ്യുന്നവർ ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവര് വന്ന് എന്താണ് ചെയ്യേണ്ടത്, സ്റ്റോറി ടെല്ലിന് നറേറ്റർ ആവാനായിട്ട് എന്ത് വേണം, ഇത് സ്ഥിരമായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകളാണ്. അവരോടൊക്കെ നമ്മൾ പറയുന്നത്, നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിന് ജസ്റ്റ് റൈറ്റ് ടു സ്റ്റോറിടെൽ, writeindia@storytel.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇമെയിൽ ഐ ഡി ഉണ്ട്. ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് വരുന്ന ഓരോ മെസ്സേജുകളും ദ ടോപ്പ് മാനേജ്മെന്റ് ഇസ് ലുക്കിംഗ് ആഫ്റ്റർ ദീസ് ഇമെയിൽ ഐ ഡീസ്. അപ്പൊ ഈ ഇമെയിലിലേക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ ഇമെയിലും അവിടെ നിന്നാണ് റെലവെന്റ് ടീമിലേക്ക് പോകുന്നത്. അപ്പൊ ഇതെല്ലാം വായിക്കപ്പെടുന്നുണ്ട്. ഒരു പക്ഷെ എല്ലാത്തിനും റെസ്പോൺസ് ഉടനെ നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കാം, പക്ഷെ എല്ലാ ദിവസവും ഈ ഇമെയിലിലൂടെ പോകുന്നത് ഞങ്ങളുടെ ടോപ്പ് മാനേജ്മെന്റ് തന്നെയാണ്. സോ യു വിൽ ബി ഹേർഡ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓരോ സമയത്തെ റിക്വയർമെന്റ്സ് ഓരോ പോലെയാണ്. അപ്പം അതനുസരിച്ചുള്ള റെസ്പോൺസ് ആയിരിക്കാം പലപ്പോഴും നമുക്ക് വരുന്ന എൻക്വയറീസിനൊക്കെ കൊടുക്കാൻ പറ്റുക. അങ്ങനെ ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ട് ബിക്കോസ് ഓഫ് ഡിഫറെന്റ് പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ്. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, യങ്സ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വായനയിൽ നിന്ന് അകലുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഓഡിയോ ബുക്കുകളിലൂടെ കേൾക്കുന്ന അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് മലയാളം ഒരു ഭാഷ എന്നുള്ള രീതിയിൽ പുതിയ തലമുറ കൂടുതൽ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ടോ? സോ ഏജ് വൈസ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അവർ വായിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ വായന മരിക്കുന്നു എന്ന് പറയുന്ന വാദം എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പക്കാരായിരുന്നപ്പം മുതൽ കേൾക്കുന്ന ഒരു വാദമാണ്. ഇതിലൊരു സത്യവും ഇല്ല.
ഒരു കാര്യവുമില്ല. വായന മരിക്കുന്നുമില്ല, എങ്ങും പോകുന്നുമില്ല, ഒന്നുമില്ല. വായനയ്ക്ക് കൂടുതൽ വാതായനങ്ങൾ തുറക്കുന്നു എന്ന് മാത്രം. കാരണം കഥ കേൾക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ അവർ അതിജീവിച്ച പ്രതിസന്ധികളോ അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന എന്താണ് നുറുങ്ങുകളോ ഒന്നും അറിയാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യജീവി ഈ ലോകത്തുണ്ടോ? വായന മരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു പക്ഷെ പണ്ട് വായിക്കുമായിരുന്ന ആൾക്കാർ ഇപ്പം പതുക്കെ കുറച്ചെങ്കിലും ഇ ബുക്സ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. കുറച്ചു പേരൊക്കെ എങ്കിലും ഓഡിയോ ബുക്സിലേക്ക് ചേക്കേറിയിട്ടുണ്ടാവാം. വായന മരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോഴത്തെ ചെറിയ കുട്ടികള് അവര് കൂടുതലായിട്ട് അവര് ഫോണിലാണെന്ന് പരാതി കേൾക്കാറുണ്ട്. ഞാൻ പറയും, എന്റെ അമ്മ 64 വയസ്സിൽ ഇപ്പൊ ഏത് നേരവും ഫോണിലാണ്. പക്ഷെ അമ്മയും ഫോണിൽ വായിക്കുകയാണ്, അമ്മ കണ്ടന്റ് കൺസ്യൂം ചെയ്യാണ്. അതിൽ തെറ്റില്ല. നമുക്ക് ഈ ഫോണിലാണെന്ന് പറയുന്നതിനെ നമ്മൾ അങ്ങനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പക്കാരായിരുന്നപ്പോൾ ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സും അഡ്വാൻസ്മെന്റും വെന്യൂസും ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അവിടെ നിന്നൊക്കെ ആൾക്കാർ കണ്ടന്റ് തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഒന്നും വേണ്ട, ഇപ്പൊ ആലോചിച്ച് നോക്കും, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ആൾക്കും എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ അറിയാൻ കിട്ടുന്നു, അല്ലെ? എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ കേട്ടറിയുന്നു. അത് എങ്ങനെയാണ് അത് വായനയേക്കാൾ മോശമാവുന്നത്? സോ കൂടുതൽ കണ്ടന്റ് ഉണ്ടാവുന്നു, അത് കേൾക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടാവുന്നു, പ്രിഫറൻസസ് മാറാം. പക്ഷെ ഒന്ന് മറ്റതിനേക്കാൾ മോശമാണെന്ന് എനിക്കൊരു ധാരണയില്ല. വായിച്ച് അറിയാൻ താല്പര്യമുള്ളവർ വായിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ചരിത്ര വിഷയത്തെ പറ്റി എനിക്ക് എന്തെങ്കിലും അറിയണം എന്ന് വെക്കും. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ എന്റെ ഇൻട്രസ്റ്റ്. എനിക്ക് ഡീപ്പായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയി അതിനെപ്പറ്റി ഒരു പുസ്തകം വായിക്കും, 1-2 പുസ്തകം വായിക്കും. പക്ഷെ അതിനെപ്പറ്റി സർഫിഷ്യലായിട്ട് മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ആ റൈറ്റർ എഴുതിയ ഒരു ലേഖനം വായിക്കും. അത് കാരണം അതിൽ പുള്ളി ഈ പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് അതിനകത്തുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് കേൾക്കും. അതിലും പുള്ളി അതിനെ പറ്റി കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ വിഷയത്തെ പറ്റി തന്നെയാണ് ഞാൻ അറിയുന്നത്. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ മൈ ഇൻട്രസ്റ്റ്. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ 3 എഴുത്തുകാർ എഴുതിയ 3 പെർസ്പെക്റ്റീവിലുള്ള പുസ്തകം വായിക്കും. അതല്ല അത്ര ഇൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അറിയാൻ വേണ്ടി ഞാൻ റിവ്യൂയോ അല്ലെങ്കിൽ ഈ എഴുത്തുകാരന്റെ ലേഖനമോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റോ കേൾക്കും. അല്ലെങ്കിൽ ഞാൻ 3 എഴുത്തുകാരുടെ പോഡ്കാസ്റ്റ് കേൾക്കും. കാര്യം അറിഞ്ഞാൽ മതി. അത് ഇന്ന വഴിക്ക് തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ തരവില്ല. ദീപ ഒരു RJ ആയിരുന്നു. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, റിവ്യൂ എഴുതാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. ദീപയുടെ മറ്റു ഇഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാണ്, മറ്റു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ദീപയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്കൊരു ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് കയറി വരുന്നവരെ പോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പോഡ്കാസ്റ്റ് ഞാൻ ആക്ച്വലി സ്റ്റോറി ടെല്ലിന് വേണ്ടി തന്നെ തുടങ്ങിയ ഒരു പോഡ്കാസ്റ്റ് ആണ്. പിന്നെ അത് എനിക്ക് എപ്പോഴും ഉള്ള ഒരു വിഷമാണ്, അത് നിർത്തിയല്ലോ, സമയക്കുറവുകൊണ്ടാണ് നിർത്തിയത്. പക്ഷെ എങ്കിലും അത് നിർത്തി കളഞ്ഞല്ലോ എന്നൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ് ഓഡിയോ അല്ലെങ്കിൽ ഈ ആർജിങ്. ഞാൻ ആ ഫോർമാറ്റിനോട് ഇഷ്ടം പോയതുകൊണ്ടൊന്നും അല്ല നിർത്തിയത്. ഇറ്റ് വാസ് ജസ്റ്റ് ആ സമയത്തെ ഒരു വാട്ട്സ് നെക്സ്റ്റ് എന്നാലോചിച്ച് മാത്രം നിർത്തിയൊരു സംഭവമാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഞാനത് അണ്ടർടേക്ക് ചെയ്ത് അത് ചെയ്യാറുണ്ട്. കരിക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ കരിക്കിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കരിക്കിന്റെ ഭാഗമായിട്ട് ഞാൻ 2-3 വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട് ടീമിന്റെ കൂടെ ചേർന്ന്. അത് കഴിഞ്ഞ് ഞാൻ കരിക്ക് വിട്ടിട്ടാണ് സ്റ്റോറി ടെൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും പുസ്തകങ്ങളിലേക്ക് തിരിച്ചുപോയി. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോഴായിട്ട് എന്തെങ്കിലും ഒരു അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ചാടി പിടിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും, അത് തീരെ മോശമല്ലാണ്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ബോധ്യമുണ്ടായാൽ, ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് പാർട്ടീസിന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല. ഓക്കെ, അപ്പം പാഷൻ തന്നെയാണ് പ്രൊഫഷൻ ആക്കിയിരിക്കുന്നത്. അപ്പം ദീപ വന്നതുകൊണ്ട് ദീപയെ നമ്മൾ ഓഡിയോ ബുക്സിനെ കുറിച്ചും ഓഡിയോ ബുക്സിന്റെ പിന്നിലുള്ള കഥകളെ കുറിച്ചും ഒക്കെ അറിയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു. താങ്ക് യു സോ മച്ച് ദീപ, നമ്മളുടെ കൂടെ ഈ ഒരു സെഷന്, ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. മൈ പ്ലഷർ. താങ്ക് യു അരവിന്ദ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓഡിയോ ബുക്കുകളെ കുറിച്ച് നമ്മോട് സംസാരിച്ചത് സ്റ്റോറി ടെൽ ആപ്ലിക്കേഷന്റെ പബ്ലിഷിംഗ് ആൻഡ് കോണ്ടന്റ് കൺസൾട്ടന്റായ ദീപ ആന്റണിയാണ്.
വായനയുടെ രീതികൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറുകയാണെങ്കിലും വായന ഗൗരവമായി എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നില്ല എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളിലൂടെയോ വോയിസ് മെസ്സേജായോ അയക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി.